ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വെൽക്കം ടു അനദർ വ്ളോഗ് ഫ്രം അവർ ഹോം. ഇന്ന് വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. ആൻഡ് ഇന്ന് എനിക്ക് തോന്നുന്നു ഈ വർഷത്തിലൊരു 2-3 തവണ ആണ് ചേച്ചി വീട്ടിൽ വരുന്നത്. സോ ഇത്തവണ ചേച്ചി വീട്ടിൽ വരുവാണ്. ആൻഡ് അതിനുള്ള ചെറിയൊരു പ്രിപ്പറേഷൻസ് ഉണ്ട്. ചേച്ചി വീട്ടിൽ വരുമ്പോൾ നമുക്കുള്ള കുറച്ച് റൂട്ടീൻസ് ഉണ്ട്. അത് ആദ്യമേ ഒന്ന് ചെയ്യണം. വേദു സ്കൂളിൽ പോയിരിക്കുകയാണ്. വേദുവിന് അറിയില്ല ചേച്ചി വരുന്ന അറിയാം. അപ്പോൾ ചേച്ചിയും പിള്ളേരും എല്ലാവരും കൂടെ വരുമ്പോൾ വേദുവിനൊരു സർപ്രൈസ് ആയിരിക്കും. സോ ഒരു വളരെ ഹാപ്പി, ആ പേര് പോലെ തന്നെ ഹാപ്പി ഫാമിലി വ്ളോഗ് ആയിരിക്കും ഇന്ന്. ഞാനേ അപ്പൊ സാധനം വാങ്ങാൻ പോണേ. അതിന് മുമ്പ് വേദുവിനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരാനുള്ള ഒരു സെറ്റപ്പ് ഇത്. അവനിപ്പം ബാക്കിൽ അവനോട് പറഞ്ഞിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ കാറിൽ കിടന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ അവന് ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും പോകാൻ പറ്റില്ല. ഏകദേശം ഒരു 40 മിനിറ്റ്സ് എടുക്കും കാറ് വീട്ടിലെത്തായിട്ട്. ബ്ലാങ്കറ്റ്, പില്ലോ, അവര് ഹഗ് ചെയ്യാനുള്ള പ്ലഷി എല്ലാം കൂടെ വെച്ചിട്ടാണ്. പക്ഷെ എല്ലാം കറക്റ്റായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. പോകുമ്പോൾ ഉറങ്ങാൻ സമ്മതിക്കില്ല, തിരിച്ചു വരുമ്പോൾ ഉറങ്ങണം എന്ന റൂളുമാണ്. എനിക്ക് മീൻ മുട്ട ഇഷ്ടമാണ്. ഇവിടെ ചിലപ്പോൾ മീൻ മുട്ട കാണാറുണ്ട്. അത് കിട്ടിയാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസേർട്ട് ഷോപ്പിലേക്ക് ആയിരിക്കാൻ പോകുന്നത്. അങ്ങനെ ഭാഗ്യമുണ്ട് ധന്യക്കൊക്കെ, കാരണം നല്ല കിടിലം മീൻ മുട്ട കിട്ടിയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇതൊരു 3/4 കിലോന്റെ അടുത്ത് കാണും, അതോ 1/2 കിലോന്റെ അടുത്ത്. എന്തായാലും മീൻ മുട്ട കിട്ടിയ അന്ന് ദിവസം അടിപൊളി. അടുത്ത ഷോപ്പ് ഇതാണ്. എനിക്ക് തോന്നുന്നു ഒരു 10, 20, 30 വർഷത്തിനടുത്തായിട്ട് ചേച്ചിക്ക് ഇവിടുത്തെ ഒരു ഫഡ് സ്റ്റാർട്ട് ഉണ്ട്. അതുണ്ടോന്ന് അറിയില്ല. അതാണ് ഫേവറേറ്റ് ഡെസേർട്ട്. അതിൻ്റെ കൂടെ പിള്ളേർക്ക് കുറച്ച് ചോക്ലേറ്റ് കേക്ക്സും വാങ്ങിയ അവരും സെറ്റ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഫഡ് സ്റ്റാർട്ട് ഇതും നല്ല രസമുണ്ട്. ബനാന ബ്രെഡ് അതും എടുക്കാം എന്തായാലും. അതുപോലെ തന്നെ സംഭവമാണ്, വളരെ ബേസിക് ആണ്. പക്ഷെ നമുക്ക് പണ്ടത്തെ ബട്ടർ ക്രീം വെക്കില്ല, അതുപോലെ ഉപയോഗിച്ചിട്ടുള്ള സംഭവമാണ് ഈ റിച്ച് ചോക്ലേറ്റ് പേസ്ട്രി. ദാറ്റ്സ് ഓൾസോ റിയലി നൈസ്. എല്ലാം നൈസാണ്, പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ നോസ്റ്റാൾജിയ. ഇവിടെ ഒരു പ്രളയൻ ഉണ്ടായിരുന്നു. ഇതും ഭയങ്കര, എനിക്കൊന്ന് ഞാനൊരു 20-30 ഇയേഴ്സ് ആയിട്ട് കഴിക്കുന്ന ഒരു സംഭവം ഇത്. ഈ അമ്മയുണ്ടല്ലോ, ചേച്ചി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ടെൻഷനാണ്. എന്താണെന്നറിയില്ല. എനിക്കത് ഈ പാരൻസിന് മറ്റേ മക്കൾ വെളിനാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു ടെൻഷനില്ലേ, അത് കൊടുക്കണം, ഇത് കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇതൊരു പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിയിടുന്നു, മറ്റേ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നു. നമുക്കാണെങ്കിലോ ഒരു വിലയില്ല വീട്ടിൽ. അത് പോയി അമ്മേനോട് പറയാം. കണ്ടാ ചേച്ചി വരാൻ ഇനി 1 മണിക്കൂറുണ്ട്. തണുപ്പിച്ചിട്ട് മറ്റേ AC ഒക്കെ ഇട്ട് തണുപ്പിക്കും അമ്മ. വേഗം പറഞ്ഞത്. എൻ്റെ കൂടെ ഊതൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ എന്തൊരു ഒരുക്കുവാ. ഞാൻ പറഞ്ഞു ധന്യമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങോട്ട് വെപ്രാളവാ. ഞാനിവിടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. അന്ന് ഇവിടെ ഭൂകമ്പോ വീട്ടില്. എന്ത് പിന്നെ ഊത് കത്തിച്ചു വെക്കുന്നു, AC ഇടുന്നു, ചെമ്മീൻ വറക്കുന്നു, ഡയറി മിൽക്ക് വാങ്ങി വെക്കുന്നു എന്നും പറഞ്ഞു. ആ രഞ്ജോണാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട്. രഞ്ജോണൻ ഫുഡ് എല്ലാം രഞ്ജോണ്ണ എല്ലാം ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ ആർക്കാ? പിന്നെന്താ അമ്മയ്ക്ക് എന്താ ഇത്ര എക്സൈറ്റ്മെന്റ്? എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. വർഷത്തില് 2-3 പ്രാവശ്യം വരും. അപ്പൊ ഞാൻ എന്താ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാലും അവൾ എപ്പോഴും പറയും അമ്മ കുക്ക് ചെയ്യണ്ട, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ. എന്റെ മനസാക്ഷിക്ക് ഞാൻ അവൾക്ക് ഇഷ്ടമുള്ള ചെമ്മീൻ ഫ്രൈ, രഞ്ജുവിന് ഇഷ്ടമാണല്ലോ, ബീഫ് ചെയ്യണം എന്ന് വിചാരിച്ച, പക്ഷെ ഒന്നും സമയം കിട്ടിയില്ല. അത് കുഴപ്പമില്ല. മീൻമുട്ട വാങ്ങിയിട്ടുണ്ട്. പിന്നെ തട്ടിക്കൊണ്ടു. സ്റ്റൂ ഇല്ല, സാധാരണ സ്റ്റൂ ആണല്ലോ. പക്ഷെ ഇവിടെ കഴിക്കാനില്ലല്ലോ ഫുഡ്. എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ റെസ്റ്റോറൻസിൽ നിന്നുള്ള എക്സ്പെരിമെന്റ് അല്ലേ. അതൊരു ട്രിവാൻഡ്രത്തും കാട്ടി ബെറ്റർ കൊച്ചി തന്നെയാ. അയ്യോ അത് 100 പ്രാവശ്യം പറയാം. കോഴിമുട്ട വരെ ഇവിടുന്ന് കൊണ്ടുപോകും. അപ്പൊ ഇത് ഏത് കോഴിയുടെ മുട്ടയാണ് ഞാൻ അന്വേഷിച്ചിട്ട് വരാം. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ കഴിഞ്ഞാട്ടേ ഉള്ളു കേട്ടോ. എപ്പോഴും പറയും ഇവിടെ വരുമ്പോ ഫുഡ് കഴിക്കാൻ പാവം വരും. അത്ര ടേസ്റ്റ് എറണാകുളത്ത് ഏത് ചായക്കടയിൽ നിന്ന് കാണിച്ചാലും ഭയങ്കര ടേസ്റ്റ്, വായിന്ന് പോവില്ലെന്ന് പറയും. അപ്പൊ ഇന്ന് കുറെ സാധനങ്ങൾ ഇനി ഓർഡർ ചെയ്യണം അല്ലേ? അവര് വന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഹോട്ട് ബോക്സിലെ ബിരിയാണി ആണോ, അതോ ഗോൾഡൻ ഡ്രാഗണിലെ ഫ്രൈഡ് റൈസും പോർക്കും ആണോ, അതോ മറ്റേ സൂര്യയിലെ BDF-ഉം പൊറോട്ടയാണോ? നിക്കണം. അതെ, ഒരിടയ്ക്ക് നിർത്തിയാണല്ലോ ഇത്. കൊക്കക്കോളയുടെ അതന്നെ, കൊക്കക്കോള നിർത്തിയപ്പോ വീണ്ടും തുടങ്ങി. ഇതിലായിരിക്കും നിക്കുന്നത്. ഇപ്പൊ ആൾക്കാർ കമന്റ് ചെയ്ത് നോക്കിക്ക, അമ്മ ഇത് നിർത്തിക്കോളെ കൊക്കക്കോള. പണ്ട് ഒരു ദിവസം 10 ബോട്ടിൽ കുടിക്കുമെങ്കിൽ ഇപ്പൊ 10 ദിവസത്തിൽ 2 ബോട്ടിലാക്കി. അതെ, ഇടയ്ക്കൊക്കെ കുടിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതെ, ഈ 70-ആം വയസ്സിൽ എന്തോ
ചേച്ചിയൊക്കെ വരുന്ന നല്ല ദിവസമാണ്. ഞങ്ങൾ പോഡ്സ് ലോഞ്ച് ചെയ്ത ദിവസം തന്നെയാണ്. ആക്ച്വലി ഇത് ഞാൻ രഞ്ജുവണ്ണായിട്ട് എൻ്റെ ബ്രദറിനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഒരു ഐഡിയ പറഞ്ഞത്. ഓർമ്മയുണ്ട് രഞ്ജുവൻ പറഞ്ഞത്, പാഷന് പുറകെ പോവാതെ എല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തുടങ്ങാൻ. അങ്ങനെ 2 വർഷം മുമ്പേ തുടങ്ങിയൊരു ഐഡിയ ആണ്. അതിപ്പോൾ ഇതിലേക്ക് എത്തി. എത്ര വർഷത്തെ ബുദ്ധിമുട്ടും കൺഫ്യൂഷൻസ് ഒക്കെ ആയിരുന്നു. അത് പാക്കറ്റായിട്ട് തന്നെ കൊടുത്തു വിടാം. അവർ എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചെറിയ ഐഡിയ അല്ലേ. അപ്പൊ അവിടുന്ന് തുടങ്ങി ഇപ്പൊ ഇവിടം വരെ എത്തി. ഇതിപ്പോ നമ്മുടെ ഷോപ്പിലുണ്ട്, ഒരു happystore.com-ലുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ എത്ര കുറെ നാളായി ഉപയോഗിച്ചില്ല നമ്മൾ രണ്ടും. അപ്പോൾ ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആണ് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ സോപ്പ് പൊടി ഉണ്ട്, പിന്നെ നമ്മുടെ മണം വരാനുള്ള ലിക്വിഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൗണി ഒക്കെ പോലെ, പിന്നെ ആന്റി ബാക്ടീരിയൽ ഡെറ്റോൾ പോലത്തെ ഉണ്ട്, പിന്നെ ഡ്രസ്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ലിക്വിഡും ഉണ്ട്. സോ 4-in-1 ആണ് അത്. ഇതൊരു ഐലൻഡ്. അമ്മയ്ക്ക് ഏത് വേണം ഇഷ്ടം? ഇത് ആക്ച്വലി ഒരു അക്വാട്ടിക് സ്മെല്ലാണ്, ഒരു ഫ്രഷ് സ്മെല്ലും ഇതൊരു ഫ്ലോറൽ സ്മെല്ലും ആണ്. ഇത് 299 റുപ്പീസേ ഉള്ളൂ. 18 പോഡ്സ് കിട്ടും. ഇത് ഒറ്റ ഒരെണ്ണം വെറുതെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. ഈ സംഭവം നമ്മുടെ ഡ്രസ്സ് അടിപൊളിയാക്കി ക്ലീൻ ആക്കി അത്യാവശ്യം നല്ല സ്മെല്ല് സാധനം കൊണ്ടുവരും. ഇമ്പോർട്ടഡ് ആണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഹോങ്കോങ്ങിൽ ഡിസൈൻ ചെയ്തു, നമ്മളിവിടെ പാക്ക് ചെയ്തു. ഒരു വലിയ ജേർണി ആയിരുന്നു. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നു. എന്താ അല്ലേ, ഞാൻ തന്നെ വിചാരിച്ചില്ല. നടക്കണം. അതെ. പക്ഷെ ഇത് പോട്ട്സ് ഇടുമ്പോ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ ഡ്രമ്മിൽ ഇത് ഇടുക. എല്ലാവരും വിചാരം മറ്റേ സോപ്പ് പൊടി ഇടുന്ന സ്ഥലത്താണ്, അവിടെ അല്ല ഇടേണ്ടത്. നേരെ ഡ്രമ്മിലേക്ക് ഇടുക, ഡ്രസ്സ് ഇടാൻ. എന്നാലും ഇത് ഫുൾ മെൽറ്റ് ആവും കേട്ടോ. ഇത് നിങ്ങൾ ഫുൾ ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഈ പ്ലാസ്റ്റിക് കവർ ഒന്നും പൊട്ടിക്കണ്ട, ഇത് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി അല്ലേ. ഭയങ്കര എളുപ്പമാണ്. അതപ്പോ നമുക്ക് അളവ് തെറ്റില്ല, പല ലിക്വിഡ്സ് ഒഴിക്കണ്ട, സോപ്പ് പൊടി വേറെ, സോപ്പ് ഒട്ടുവോ അങ്ങനെ ഒന്നുമില്ല. ഇത് നമ്മളിത് തുടങ്ങാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബ്രാൻഡഡ് ഒക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അല്ല 500 രൂപയുടെ മുകളിൽ പോകുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ തീരെ മോശം ക്വാളിറ്റി ആയിരുന്നു. അപ്പൊ രണ്ടിന്റെയും ബാലൻസ് ആയിട്ടാണ് നമ്മൾ ഇത് ഇറക്കിയിരിക്കുന്നത്. എല്ലാവരും പറ്റും. ഒരു മാസത്തേക്ക് ആ 299 റുപ്പീസ് ഒരുവിധം എല്ലാവർക്കും പറ്റും. കാരണം 4 സാധനങ്ങൾ ഉള്ള ഒരു ലിക്വിഡാണ്, വെറും സോപ്പ് പൊടി അല്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് തുണിയൊന്നും കുത്തിക്കയറ്റി ഇടരുത്. അത് വാഷിംഗ് മെഷീൻ കേടോ. എപ്പോഴും 3/4 ഇടാൻ പാടുള്ളൂ. മുകളിൽ വിടുക. അതെ, എന്നാലേ നല്ല ക്ലീനും നല്ല സ്മെല്ലും ആവുള്ളൂ കേട്ടോ. ധന്യക്ക് കൊടുത്തു വിടാ. ഇനി അമ്മ കാത്തിരിക്കേണ്ട, വന്നോളൂ. ഒരു വഴി അറിയാം അവർക്ക്. ഓഹ് പിന്നെ വരും, വെയിറ്റ് ചെയ്യും, സമാധാനം കാണിക്കും. അതിന് വലിയ കാര്യമൊന്നും അല്ലത്. സമാധാനായ എല്ലാരും ഉണ്ട്. എന്താ ഇറങ്ങി പോട്ടെ. അപ്പൊ വരും അവരെ കൂട്ട്. ഓ നിക്ക അവിടെ ഇടങ്ങി. ആ ദേ, ഹലോ. ഇതൊന്നും ഭംഗി കൂടിക്കൂടി വരുവാണല്ലോ എല്ലാവരുടെയും. ഓ എവിടെ അമ്മക്ക് ഇരിക്കപ്പുറത്തില്ല. നിധിയുടെ മുടി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഡൈനയെ പോലെ ഉണ്ട്. ആരാ ഡൈന? അറിയോ ആരാ ഡൈനാന്ന്? അത് അറിയോ? രഞ്ജന്റെ പഴയ ക്ലാസ്മേറ്റ് അല്ല. ആ ഡൈന അല്ല, ഈ ഡൈന ഉദ്ദേശിച്ച ഡൈന. അതെ അതെ. എനിക്ക് തോന്നുന്നു ഏറ്റവും ഭംഗിയായിട്ട് കണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് നിധീനെ. അതുകൊണ്ടൊന്നല്ല, അടിപൊളി ഹെയർ സ്റ്റൈൽ ആയിട്ടുണ്ട്. രഞ്ജുണ്ണ അമ്മ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ രഞ്ജുണ്ണൻ ഡയറ്റ് ആയതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ചെമ്മീൻ തന്നെ. ആ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. ഒയ്യോ, അതുകൊണ്ട് ഒരിക്കലും എന്നെയും ചെമ്മീനെ രഞ്ജു മറക്കില്ല. ധന്യൊക്കെ ചിലപ്പോ മറക്കും. ചെമ്മീൻ മറക്കില്ല, അമ്മേനെ മറക്കില്ല. 10 കിലോ ചെമ്മീൻ 10 ദിവസത്തില്. ഫുൾ ടൈം ഉച്ചക്ക് രാത്രി സ്നാക്ക്. അപ്പൊ ഇവിടെ നമുക്ക് ആ ശീലം കണ്ടിന്യൂ ചെയ്യാം അല്ലേ?
മരുമോൻ. അതെ എല്ലാവർക്കും അറിയാം, ഇനി അമ്മ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീയൊന്നും അല്ല. ഇപ്പൊ നോക്ക് എത്ര വയസ്സ് പറയിപ്പോ. അത് ഇപ്പൊ പക്ഷെ ഒരു 12 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ നിക്കണ്ട കേട്ടോ രഞ്ജു, അധികം നാള് പിന്നെയും കൂടും. അത് അന്നു കല്യാണത്തിന് മുമ്പ് ഭയങ്കര സ്ലിം ആയിരുന്നു കേട്ടാ. അമ്മ ഉത്തരവാദി. അപ്പയും അപ്പൊ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്റെ പണിയല്ലേ ചെമ്മീൻ കൊട്ടക്കണക്കിന് വീട്ടിൽ വരിക വാങ്ങുക. അത് അവിടെ നിന്ന് പറഞ്ഞാൽ ഫുൾ മറ്റേ ഭയങ്കര ഹെവി സാധനങ്ങളാണല്ലോ. ആ വലിയ ചെമ്മീന്. അത് പക്ഷെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ചെമ്മീൻ മതിയായി. അതെ കേട്ടാ. എന്താ ഇപ്പൊ ശരിക്കും ഡൈന, ലണ്ടനിലെ ഡൈന ഭയങ്കര നന്നായിട്ടുണ്ട്. ഈ ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി നീ. എന്നാലും നമ്മൾ ഹോട്ട് ബോക്സിൽ ബിരിയാണി ഇല്ലാതെ ഒരു മീൽ ഇല്ല കേട്ടാ. അപ്പോൾ അതായത് നല്ല ഹോട്ട് ബോക്സിൽ ബിരിയാണി അവർ ഹോം ഡെലിവറി ചെയ്യും. സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്താൽ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് നല്ലൊരു ഹോട്ട് ബോക്സ് കുടം ബിരിയാണി സ്പെഷ്യൽ സാധനം വാങ്ങിയിട്ടുണ്ട്. നിന്റെ ഫേവറേറ്റ് സാധനം? ആ അല്ല, അത് നിനക്കാണ്. ഇവർക്കുള്ളത് ചോക്ലേറ്റ് കേക്ക് ഉണ്ട്. എന്താ കഴിക്കില്ലേ? ആ അത് നോക്കണേ ഏതാന്ന്. അത് തന്നെ. അല്ല ഇത് ബ്രെഡാ. ചോക്ലേറ്റ് കേക്ക് കാണും. ഞങ്ങളുടെ വീട്ടിലൊരു ഗോസ്റ്റ് വന്നിട്ടുണ്ടേ. നോക്ക് ഒരു ഗോസ്റ്റിനെ. എവിടെ ഗോസ്റ്റ്? വെച്ചേ വെക്ക്. അത് വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി. പല്ല് നിരഞ്ജനയുടെ പല്ലുണ്ടല്ലോ, മാച്ചിങ്ങാ. ആ അതെ, വേദു വരുമ്പോ പേടിപ്പിക്കാം. അടുത്ത ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണ്? നല്ല ഐഡിയ ഉണ്ടോ? ക്ലൂ ഒന്നുമില്ല. ഇതാണ് ക്ലൂ. നോക്ക്, ഞാൻ തുറന്നു കൊണ്ടുവരാം. എങ്ങോട്ട് പോകണം? ഞാൻ അങ്ങോട്ട് വരെയാ കൊണ്ടുവരുന്നത്. ഓ കഴിക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ പറയാ. ആ കഴിക്കാൻ പോകുന്നു. അതിപ്പോ വന്നോളൂ. അവര് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴേ ഇതുണ്ടാക്കത്തുള്ളൂ, എന്നിട്ട് എത്തിച്ചു തരും. വികാസ് ബാബുവിന്റെ ആണ്. ഹലോ, എന്താ ഇത്? ഞാൻ ഉറങ്ങാൻ പറഞ്ഞതല്ല കാറിലിരുന്ന്. വലിയ ആളെ പോലെ. ഓഹോ, കണ്ണാടിയൊക്കെ എപ്പോ കാറിലെടുത്ത് വെച്ചിരിക്കുന്നേ? ബാ, സർപ്രൈസ് ഉണ്ട്. ബിരിയാണി സർപ്രൈസ്. കണ്ട സർപ്രൈസ്? അമ്മൂമ്മ. അതല്ല, അതൊന്നും അല്ല. വേദന ഈ റൂമിൽ അപ്പൊ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സർപ്രൈസ്! കേട്ടാ? സർപ്രൈസ് ആയില്ലേ? ഹാപ്പിയായി. അത് എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. അത് TV കാണാൻ, മറ്റേ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ. അയ്യോ, ഒറ്റയ്ക്ക് കളിക്കുവാണോ? ഒരാളില്ലേ? ഫ്രണ്ട്സ് ആരും ഇല്ലേ? ഇല്ലേ? എവിടെ ആള്? വഴക്കടിച്ച് പോയാ? അതെ, ഞാൻ അതാ നോക്കി എവിടെ ആളെന്ന്. ഇവർ കുറേ നേരം ഇരുന്ന് കളിക്കും, പിന്നെ കുറച്ച് വഴക്കടിക്കും. അത് പിന്നെ ബ്രദർ സിസ്റ്റർ അങ്ങനെയാണല്ലോ അല്ലേ? ഓ ഗുഡ് ബോയ്, ഗുഡ്. കള്ളമല്ല, ശരിക്കും വഴക്കടിക്കാറില്ലല്ലോ. ഗുഡ്. ഇന്ന് നമുക്ക് രാത്രി ഇവർക്കൊരു ചോക്ലേറ്റിന്റെ സാധനം വേണം, വാങ്ങാൻ പോണം കേട്ടാ. എന്താ കാര്യം? ആർക്കും വേണ്ട? നിധിയും നിരഞ്ജനയ്ക്ക് അയച്ചു തന്നല്ലോ ഒരു സാധനം വേണം എന്ന് പറഞ്ഞ്. മറ്റേ എന്താ എന്താ സൈൻ ലബാനോ അതിന്റെ എന്തോ. ഓക്കെ, അത് നമുക്ക് രാത്രി അവിടെ പോയി വാങ്ങാം. ഓക്കെ ഓക്കെ. ഫൈനലി ഡിന്നർ. പിള്ളേർക്ക് ഇത് തന്നെ വേണം, ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ പോപ്പൈസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിന്നറിന്. അത് കഴിഞ്ഞിട്ട് എന്തോ സൈൻ ലബാനിലൊക്കെ പോകണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ വന്നു ഫുൾ ഫുഡ്. കൊല്ല്
എല്ലായിടത്തും കാണും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വേദു കുനിഞ്ഞ് നിൽക്ക്, നിരഞ്ജന വേദുവിന്റെ മേത്ത് കയറി നിൽക്കും. എന്നിട്ട് കൊതുകിനെ പിടിക്ക്. ഓ ആ അത് നല്ല ഐഡിയ. ബാ കഴിക്കാം. രാത്രി ഇതേ കിടക്കാൻ പോകുന്നതിന് മുമ്പ് പിന്നെയും ഫുഡ്. ഇത് തന്നെ ഇവർക്ക് ഇവിടെ വന്ന പണി കേട്ടാ. നമ്മൾ സൈൻ ലബാനിൽ ഇവർക്ക് എന്തോ സ്പെഷ്യൽ വൈറൽ ഫുഡ് എന്തോ വന്നിട്ടുണ്ടെന്ന്. ബാറ്റ് ഉണ്ടാ ഇവിടെ ഒരു ബാറ്റ് കുറെ കാലമായി ഡെഡായി കിടക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ സൈൻ ലബാനിലും കൂടെ പോവാണ് ചോക്ലേറ്റ് വാങ്ങാൻ. ഏത് പിന്നെ സ്വീറ്റ്സ് കഴിക്കില്ലല്ലോ. എന്താ ഇത്? എല്ലാരും വരുന്നുണ്ട്. നൈറ്റ് ഡ്രസ്സിലാട്ടാ പോകുന്നത്. എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരാം. എന്റെ അങ്കിളും ഗ്രാൻഡ് ഫാദറൊക്കെ ഞങ്ങളെ കൊണ്ടുവന്ന ടൈമിൽ. അവിടെ നിധി അവിടെ ആക്ച്വലി വലിയ ഇഷ്ടമല്ലാത്ത ഒരു സംഭവട്ടെ ഈ സൈൻ ലബാൻ. പക്ഷെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ആസ് യൂഷ്വൽ നല്ല തിരക്കുള്ള സ്ഥലമാണ്. വേണ്ട സാധനം ഇതാണ്. എന്താ ഇത്? ഫസിയ ചോക്കോളാക്കി. അത് മതിയാ? കഴിച്ചോളൂ. 2 എണ്ണം വേണോ? ഓക്കെ. ഇതിന് 690 റുപ്പീസാണ് വരുന്നത്. ഒരു ഡെസേർട്ടിന് ഇത്ര എക്സ്പെൻസീവ് വേർത്ത് ആണോ അല്ലെങ്കിൽ അത് വെറും ട്രെൻഡ് ആണോ നമുക്ക് നോക്കാം. 690. എനിക്ക് തോന്നുന്നു ഒരു ഡെസേർട്ട് ലൈക്ക് നമ്മൾ 1 കിലോ 1/2 കിലോ കേക്കൊക്കെ ഓക്കെ, പക്ഷെ ഒരു ഡെസേർട്ട് ഒരു പീസ് ഓഫ് കേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെസേർട്ട് 700 റുപ്പീസൊക്കെ കൊടുത്ത് ഏകദേശം വാങ്ങുന്നത് ഭയങ്കര റെയറാണ്. എന്തായാലും ഇത് വേർത്താണോ നോക്കാം. വേദു ഷോ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഇത് കണ്ടാ ഈ നിരഞ്ജനെ ഇമ്പ്രസ് ചെയ്യാനാട്ടാ. കേറിക്ക പൊയ്ക്ക ബാക്കില്. പിന്നെ എന്താന്ന് നോക്കട്ടെ. അത് സ്പൂണായിരിക്കും. ഞാൻ വെച്ച് കഴിഞ്ഞാൽ അറിയാതെ 2 എണ്ണം വെച്ചോണ്ടാണ് ഈ റേറ്റ് ആയെന്ന്. എന്താണ്? ഓ കൊതി തുപ്പല് പാത്രം പിടിക്കടിയില് വായിക്കടിയില്. ഓ പിന്നെ ഓ ഓ അപ്പൊ കഴിച്ചോ? സ്പൂണില്ല. ഓക്കെ. ട്രെൻഡിങ് ആവാനുള്ളതാണോ ഇത്? കേക്ക് മാത്രമുള്ളോ? നോക്കട്ടെ. അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കേക്കാന്ന് തോന്നുന്നു. ഒരു ഡാർക്ക് ചോക്ലേറ്റ്. അടിയിലൊന്നും ഒന്നും ഇല്ലാന്നാ തോന്നുന്നത്. ജസ്റ്റ് ഒരു കേക്ക്. ഭയങ്കര ഹേസൽനട്ട് ഫ്ലേവർ. ആ ക്രിസ്പി കുനാഫ പേസ്ട്രി ഉണ്ട് സംഭവം. ഇതിവരൊന്ന് തീർത്തോളും. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, സ്ലീപ്പിംഗ് ടൈം 11 o'clock ആയി. വിട്ടോ എന്താ മുടിയൊക്കെ പിന്നെ റെഡി ആയിരിക്കുവാണല്ലോ. ഉറങ്ങുന്നില്ലേ? ഉറങ്ങിയില്ലെങ്കിൽ വിശക്കും രാത്രി. പിന്നെ ഇവിടെ ഫുഡൊന്നും ഇല്ല. ഉറങ്ങിയ വിട്ടോ. ഞാൻ ഫ്രണ്ടിൽ കയറി നിൽക്കട്ടെ. മങ്കി എവിടെ?